നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാരും അവിട്ടം നക്ഷത്രക്കാരുടെ സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും അവിട്ടം നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട അവിട്ടം നക്ഷത്രക്കാരുടെ ചില സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത് ആട്ടിൻ തല പോലെ കാണുന്ന 6 നക്ഷത്രങ്ങൾ ചേർന്നതാണ്. ദേവത എന്ന് പറയുന്നത് വസ്തുക്കളാണ്, മൃഗമാണ് ഇതിന്റെ ചിഹ്നം. ഈ നക്ഷത്രക്കാര് ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. കലഹങ്ങളൊക്കെ ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവര്. അല്പം പോലും അഹംഭാവം കാണിക്കാത്ത ഒരു നക്ഷത്രക്കാരാണ്. സാമൂഹിക ജീവിതം ഒക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇവര് എളുപ്പത്തില് സുഹൃത്തുക്കളെയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. അധികാരത്തിന് കീഴടങ്ങുന്നതിലധികവും അധികാരം പ്രയോഗിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. ശാസ്ത്രീയ ചിന്താഗതികളൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും ഇവര് മതവിശ്വാസികളായിരിക്കും. എപ്പോഴും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇവര് പൂന്തോട്ടങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കുന്നതൊക്കെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് വാതം, രക്തസമ്മർദ്ദം, ഇസ്നോഫീലിയ, ചുമ, ഹൃദ്രോഗം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള് മുതലായവയ്ക്ക് ഇവര് വേഗം വിധേയരാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് വിജയിക്കാൻ കഴിയുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ കൃഷി, വൈദ്യം, സായുധ സേന, വാർത്താവിനിമയം, റിസർച്ച്, ബഹുജനക്ഷേമം എന്നീ രംഗങ്ങളിലൊക്കെ ഇവർക്ക് വളരെ വിജയത്തിലേക്ക് എത്താൻ കഴിയും. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ഗുരുഭക്തി ഉള്ളവരൊക്കെയാണ്, വളരെ ഗുണവതികളാണ്. ധാന്യശേഖരണവും കരകൗശല വസ്തുക്കൾ ശേഖരിക്കുന്നതിലുമൊക്കെ ഇവര് വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇവർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരോട് ഇടപഴകുന്നവരോട് ഇവര് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം എടുക്കുന്നതായിട്ട് കാണാം. അമിതമായി ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ അവിട്ടം നക്ഷത്രക്കാർക്കുണ്ട്. അത് കാരണം പല ബന്ധങ്ങളും മുറിഞ്ഞു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അവിട്ടം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഇവര് ധാരാളം പണം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ എത്ര പണം കൈവന്നാലും ഒരു പരിധിയിൽ കൂടുതൽ ഇവരുടെ കയ്യിൽ പണം നിൽക്കാറില്ല. കെട്ടിടങ്ങൾ പണിയുന്നതിനും കൊടിമരം നടുന്നതിനും പ്രസിദ്ധീകരണങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനുമൊക്കെ ഈ നക്ഷത്രം വളരെ നല്ലതാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ ഒരു ഉന്നതി എന്ന് പറയുന്നത് 30 വയസ്സ് മുതൽ ആണ് ആരംഭിക്കുന്നത്. അതുവരെ സാമ്പത്തികമായിട്ടൊക്കെ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതിനുശേഷം സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ വിട്ടുമാറാത്ത ഒരു പ്രശ്നമാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം. എപ്പോഴും എന്തെങ്കിലും ആലോചിച്ച് ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഈ അവിട്ടം നക്ഷത്രക്കാര്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ കയ്യിൽ പണം നിൽക്കാൻ വളരെ സാധ്യത കുറവാണ്. അതുകൊണ്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇത്രയുമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം. ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇത് അവർക്ക് അനുഭവയോഗ്യമാകും. പക്ഷേ ജനന സമയത്തിന്റെ മാറ്റം കൊണ്ട് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ ഇമെയിൽ ID നൽകുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.